ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൗമ്യ ടീച്ചറുടെ കഥയാണ്. സൗമ്യ ടീച്ചറുടെ ഹസ്ബൻഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഒരു കുട്ടി LKGയിൽ പഠിക്കുന്നു. സൗമ്യ ടീച്ചർ ഹൈസ്കൂൾ ടീച്ചറാണ്. ഒരു 5-5.5 അടി പൊക്കം കാണും, വെളുത്ത് തടിച്ച ശരീരം. ഫ്രണ്ടും ബാക്കുമൊക്കെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കും. പക്ഷേ ടീച്ചറിൻ്റെ മുഖത്ത് എപ്പോഴും മ്ലാനതയാണ്. അതിന് കാരണമുണ്ട്. ടീച്ചറിൻ്റെ ഹസ്ബൻഡും നല്ല വെളുത്ത ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പുള്ളിക്കാരന് സ്ത്രീകളോട് വലിയ കമ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് ആൺകുട്ടികളോടാണ് കൂടുതൽ താല്പര്യം. രാത്രിയിൽ വീട്ടിൽ വന്നാൽ വല്ലതും കഴിച്ചിട്ട് കിടക്കയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിട്ട് തിരിഞ്ഞു കിടന്നുറങ്ങും. പാവൻ ടീച്ചർ, അവർക്ക് എന്താവാനാണ്? ആദ്യമൊന്നും തൻ്റെ ഭർത്താവിൻ്റെ ഇക്കാര്യം ടീച്ചർക്ക് അറിയില്ലായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ടീച്ചർ ഇതൊക്കെ മനസ്സിലാക്കിയത്. എന്ത് ചെയ്യാൻ, അപ്പോഴത്തേക്കും എങ്ങനെയൊക്കെയോ ഒരു കുട്ടിയായിപ്പോയി. ഇല്ലെങ്കിൽ ടീച്ചർ എന്നേ ആ ബന്ധം ഒഴിഞ്ഞേനെ. പിന്നെന്തു ചെയ്യാനാ? സ്കൂളിലാണെങ്കിൽ ഓരോ സാറുമാരും എന്നോട് കിന്നാരമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ചില സാറുമാർ അല്പസ്വല്പം എരിവും പുളിയുമൊക്കെ പറയും. പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന മട്ടിൽ ഇരിക്കും. എന്നാലും എരിവും പുളിയുമൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു തരിപ്പും സുഖവുമൊക്കെ തോന്നും. കണക്ക് പഠിപ്പിക്കുന്ന ഒരു വിശ്വൻ സാറുണ്ട്. നാക്കെടുത്താൽ പുള്ളിക്കാരൻ ഇതുപോലെയുള്ള കഥകളെ പറയൂ. ഇതെല്ലാം കേട്ട് അടുക്കിപ്പിടിച്ച് വൈകിട്ട് വീട്ടിൽ വന്ന് നേരെ ബാത്റൂമിൽ കയറും. അല്ലാതെ എന്ത് ചെയ്യാൻ? എൻ്റെ ഒരു തലയിലെഴുത്ത്, ടീച്ചർ സ്വയം പറയും. അന്നും രാത്രി ഭർത്താവ് തൻ്റെ കർത്തവ്യം നിറവേറ്റി തിരിഞ്ഞു കിടന്നു. ഞാൻ വികാരവും ദുഃഖവും എല്ലാം കടിച്ചമർത്തി കിടന്നു. ഓരോന്ന് ചിന്തിച്ചു. ഈ ജന്മം ഇങ്ങേരെ കൊണ്ട് എന്നെ തൃപ്തയാക്കാൻ പറ്റില്ല. ബന്ധമൊഴിഞ്ഞ് പോകണമെന്ന് വിചാരിച്ചാൽ ഒരു കുട്ടിയുമുണ്ട്. പിന്നെന്ത് ചെയ്യും? ഇനിയൊന്നും നോക്കണ്ട. ആരെയെങ്കിലും ഒരു പരുവത്തിന് കിട്ടിയാൽ മതിവരുവോളം സൂഹിക്കണം. ആരും അറിയരുത്. ഭർത്താവിനടുത്ത് സ്നേഹിച്ചും സന്തോഷിച്ചും നിൽക്കണം. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ടീച്ചർ എപ്പോഴോ ഉറങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിൽ സെക്കൻഡ് പീരീഡ് ക്ലാസ്സില്ല. സ്റ്റാഫ് റൂമിൽ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിശ്വൻ സാർ അങ്ങോട്ട് കയറി വന്നത്. എന്താ സൗമ്യ ടീച്ചർക്ക് ഈ പീരീഡ് ക്ലാസ്സില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു. രക്ഷപ്പെട്ടു, എനിക്കും ഓഫാണ്. കുത്തിയിരുന്ന് ഉറങ്ങണ്ടല്ലോ, കൂട്ടിനൊരാളായല്ലോ. എന്തെങ്കിലുമൊക്കെ കൊച്ചുവർത്തമാനം പറയാൻ. ഇതും പറഞ്ഞ് വിശ്വൻ സാർ എൻ്റെ മാറിലേക്ക് ഒന്ന് നോക്കി. ഒരു ചിരി ചിരിച്ചു. ഞാനും ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. സാർ അപ്പുറത്തെ ചെയറിൽ വന്നിരുന്നു. എനിക്കറിയാം സാറിൻ്റെ വായിൽ നിന്നും ഇനി വീഴുന്നതെല്ലാം അഴൻസൊള്ളിയാണെന്ന്. ഞാനൊന്നും അറിയാത്തതുപോലെ മൊബൈലിൽ നോക്കിയിരുന്നു. സാർ പണി തുടങ്ങി. പറയുന്നതെല്ലാം അവിടുത്തെ ഓരോ ടീച്ചർമാരുടെയും അവയവത്തിൻ്റെ മുഴുപ്പും. രാവിലെ വരുമ്പോൾ മുഖത്തുള്ള ക്ഷീണവും അതിൻ്റെ കാരണവും വിവരിക്കാൻ തുടങ്ങി. ഞാനൊന്നും മിണ്ടിയില്ല. ഇടയ്ക്ക് മൊബൈലിൽ നിന്നും തല ഉയർത്തി സാറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സാറിൻ്റെ സംസാരം അരോചകമായി തോന്നിയില്ല. എവിടെയൊക്കെയോ ഒരു സുഖത്തിൻ്റെ തരിപ്പ് അനുഭവപ്പെട്ടു. പറഞ്ഞു പറഞ്ഞ് സാർ എൻ്റെ അവയവത്തെക്കുറിച്ചും വർണ്ണിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പോ സാറേ എന്ന് പറഞ്ഞു. എൻ്റെ മുഖത്തെ ആ ചിരിയും പറച്ചിലും സാറിൻ്റെ സംസാരത്തിൻ്റെ ആക്കം കൂട്ടി. എനിക്കാണെങ്കിൽ സാറിൻ്റെ ഓരോ വാക്കും കേട്ട് ഒരു പരുവമായി. പെട്ടെന്ന് സാർ പറഞ്ഞു, ഉച്ചയ്ക്ക് ശേഷം നമ്മൾക്ക് ലീവ് എടുക്കാം, ഒരു സ്ഥലം വരെ പോകാം, ആരും അറിയില്ല. എനിക്ക് വീണ് കിട്ടിയ ഭാഗ്യം പോലെ ഞാൻ തലകുലുക്കി. ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്ത് സാറിൻ്റെ കൂടെ പോയി. അങ്ങനെ എൻ്റെ സർവ്വ ആഗ്രഹങ്ങളും നിറവേറ്റി.